വമ്പൻ വെല്ലുവിളിയുമായെത്തിയ ഇംഗ്ലണ്ടിനെ 2-1 തകർത്തെറിഞ്ഞുകൊണ്ട് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തുടർച്ചയായ രണ്ടാം വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്കും പ്രവേശനം നേടി. മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ച നിമിഷമായിരുന്നു മെസ്സി മാജിക്കിൽ അർജന്റീനൻ തിരിച്ചുവരവ് ഫുട്ബോൾ ലോകം കണ്ടത്. അവസാന 6 മിനിറ്റിനിടെയാണ് അർജന്റീന 2 ഗോളുകൾ നേടിയത്. ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഫിസിക്കൽ ഗെയിമായിരുന്നു പുറത്തെടുത്തിരുന്നത്. ഒരുപാട് ഫൗളുകൾ പിറന്നു. ആദ്യ പകുതിയിൽ മാത്രം ഏകദേശം 19 ഫൗളുകളാണ് പിറന്നത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീൻ സൂപ്പർ താരവും നായകനുമായ ലിയോ മെസ്സിയും ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരമായ ബെല്ലിംഗ്ഹാമും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയുണ്ടായിരുന്നു. മെസ്സിയുടെ കടുത്ത ആരാധകനായ ബെല്ലിംഗ്ഹാമും മെസ്സിയും തമ്മിൽ എന്താണ് പ്രശ്നം? സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ ക്ലിപ്പുകൾ തന്നെയായിരുന്നു പ്രചരിച്ചിരുന്നത്. ബെല്ലിംഗ്ഹാം മെസ്സിയോട് എന്താണ് സംസാരിച്ചത്, അവർ തമ്മിൽ എന്ത് ക്ലാഷാണ് അവിടെ നടന്നത് എന്നിങ്ങനെ ചർച്ചകൾ ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിന്നു. ഒടുക്കം മത്സരശേഷം ബെല്ലിംഗ്ഹാം തന്നെ പറഞ്ഞു, ഇത് മത്സരത്തിനിടെ ഉണ്ടാകുന്ന സാധാരണ കാര്യങ്ങളാണ്, ഞങ്ങൾ ആ ഫൗളിനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്തത്, അല്ലാതെ നിങ്ങൾ വളച്ചൊടിക്കുന്നത് പോലെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. മത്സരശേഷം മെസ്സി ചെയ്ത പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് സാക്ഷാൽ ബെല്ലിംഗ്ഹാം. മത്സരശേഷം മെസ്സി ചെയ്തത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ. റിപ്പോർട്ടറുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്കും മെസ്സിക്കും തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ? ബെല്ലിംഗ്ഹാമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇല്ല, ഒരിക്കലുമില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ മാതൃകാ പുരുഷനാണ്. അവിടെ ഗൗരവമുള്ള ഒരു സംഭവവും സംഭവിച്ചിട്ടില്ല. അത്തരമൊരു മത്സരത്തിൽ, പ്രത്യേകിച്ച് സെമി ഫൈനലിൽ, വികാരങ്ങൾ അത്രമേൽ ഉയർന്ന നിലയിലായിരിക്കും ഉണ്ടാവുക. അവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അവിടെയുള്ള ഒരു ഫൗളിനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ സംസാരം. മത്സരത്തിന് ശേഷമുള്ള അവസാന വിസിലിന് പിന്നാലെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്നോട് വലിയ കടുത്ത വെറുപ്പായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് അദ്ദേഹം എന്നെ വെറുക്കാൻ കാരണമായെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ അത് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എനിക്ക് കടുത്ത ബഹുമാനം മാത്രമേയുള്ളൂ. അദ്ദേഹം എൻ്റെ ആരാധനാപാത്രമാണ്. ഇങ്ങനെയായിരുന്നു ഇതിനെക്കുറിച്ച് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ മറുപടി. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.